എല്ലാവർക്കും നമസ്കാരം. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഒരാഴ്ചയായി ഞാൻ വീഡിയോകളിട്ടിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളെയും പറയുന്ന മാർച്ച് മാസത്തിൽ വളരെ കുറവ് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് വളരെ പ്രോംപ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനൊരു വിഷമം എനിക്കുമുണ്ട്, കാരണം അധികം വീഡിയോസ് ഇടാൻ പറ്റിയില്ല എന്നുള്ളത്. എക്സാംസ് അടുത്ത് വരികയാണെങ്കിൽ ഈ മാസം വളരെയധികം വീഡിയോസ് ഇടുന്നതായിരിക്കും. നമുക്ക് ഒരുമിച്ച് റിവൈസ് ചെയ്ത് മുമ്പോട്ട് പോകാം. അപ്പോൾ ടഫ് ചോദ്യങ്ങൾ എന്ന സെഷൻ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ പരീക്ഷ പോലുള്ള പരീക്ഷകൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ ഫെമിലറൈസ് ചെയ്യുന്നൊരു ചോദ്യമാണ്. പല ശബ്ദങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നുണ്ടാവും, ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് വീണ്ടും നമ്മൾ വരികയാണ് അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം. അപ്പോൾ ഇനി മുതൽ വളരെ പ്രോംപ്റ്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. തിണകളുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതിനെക്കുറിച്ചൊരു കോഡ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത്, അതുകൊണ്ട് തന്നെ ഉത്തരം നിങ്ങൾക്ക് വളരെ ലളിതമായി കിട്ടേണ്ടതാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, നെയ്തൽ തീരദേശ പ്രദേശമാണ്. അപ്പോൾ 5 തിണകളിൽ നെയ്തൽ എന്ന് പറയുന്നത് തീരദേശവുമായി ബന്ധപ്പെട്ട അവിടെ താമസിക്കുന്ന ആൾക്കാർ, ഈ തിണ എന്ന് പറയുന്നത് പൊതുവേ ഏത് ഭാഗമാണ്? നെയ്തൽ കോസ്റ്റൽ ഏരിയ ആണ്, തീരദേശ പ്രദേശമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2, കൃഷിയാണ് ഇവിടെ ഉള്ളവരുടെ പ്രധാന ജോലിയും വരുമാന മാർഗവും. കണക്ട് ചെയ്ത് ആലോചിക്കണം. നെയ്തൽ ഒരു തീരദേശ പ്രദേശമാണ്, അതായത് ഈ പറഞ്ഞ കോസ്റ്റൽ ഏരിയ ആണ്. കൃഷിയാണ് ഇവിടെ ഉള്ളവരുടെ പ്രധാന ജോലിയും വരുമാന മാർഗവും എന്ന് പറയുന്നു. 3, പാലൈ വരണ്ട പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർ കൊള്ളയടിച്ചും മറ്റുമാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു എക്കോ സോണും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഏതാണ്, കോസ്റ്റൽ ലാൻഡാണോ അല്ലെങ്കിൽ പാസ്റ്ററൽ ലാൻഡാണോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ലാൻഡാണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? എന്താണ് അവരുടെ ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞിട്ട്, എന്താണ് അവരുടെ ജീവിതമാർഗ്ഗം എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ എന്താ പറയുക ഒരു കണക്ഷൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ഉത്തരം എഴുതാൻ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ആദ്യം ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. നെയ്തൽ തീരദേശ പ്രദേശമാണ്, കൃഷിയാണ് ഇവിടെ ഉള്ളവരുടെ പ്രധാന ജോലിയും വരുമാന മാർഗവും. പാലൈ വരണ്ട പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളവർ കൊള്ളയടിച്ചും മറ്റുമാണ് ജീവിക്കുന്നത്. ഇതാണ്. പിന്നെ ഓപ്ഷൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. നെയ്തൽ തീരദേശ പ്രദേശമാണ്. ആണോ? നെയ്തൽ തീരദേശ പ്രദേശമാണ്, ശരിയാണ്, ശരി ഉത്തരമാണ്. കൃഷിയാണ് ഇവിടെ ഉള്ളവരുടെ പ്രധാന ജോലിയും വരുമാന മാർഗവും എന്ന് പറയുന്നു. തീരദേശ പ്രദേശത്ത് പൊതുവെ മത്സ്യബന്ധനമല്ലേ, കൃഷിയായിരിക്കും അവിടുത്തെ മെയിൻ ആയിട്ടുള്ള പ്രധാന ജോലി എന്തായിരിക്കണം? മത്സ്യബന്ധനമാണ് അല്ലേ? അപ്പോൾ 2 തെറ്റാണ്. കാരണം അപ്പോൾ ആദ്യം നമുക്ക് എന്തറിയണം? ഇതിലൊരു തീരദേശ പ്രദേശമാണോ എന്ന് അറിയണം ആദ്യം. 2, കൃഷിയാണ് ഇവിടെ ഉള്ളവരുടെ പ്രധാന ജോലി വരുമാന മാർഗം എന്ന് പറയുന്നത് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. കാരണം ലോജിക്കലി എന്താണ്, അവിടെ മത്സ്യബന്ധനമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ള വിഭവങ്ങളാണ് ലഭിക്കുക. അപ്പോൾ അവരുടെ വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ പറയുന്ന മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടതായിരിക്കും. 3ാമത്തേത്, പാലൈ വരണ്ട പ്രദേശമാണെന്ന് പറഞ്ഞു. ഈ വരണ്ട പ്രദേശം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കുറവ്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഒരു കാരണവശാലും ഈ കൃഷി ഒരു കാരണവശാലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്കോ സോൺ ആയിരിക്കില്ല അത്. അതുകൊണ്ട് തന്നെ ഇവരെന്താ ചെയ്യുന്നത്? ഇവരുടെ ജീവിതമാർഗ്ഗം എന്ന് പറയുന്നത് കൊള്ളയടിക്കലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? അതിൻ്റെ മെയിൻ റീസൺ എന്താണ്? അഗ്രികൾച്ചർ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്കോ സോൺ അല്ല ഏത് പാലൈ എന്ന് പറയുന്നത്. അപ്പോൾ 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അല്ലേ? അപ്പോൾ ആദ്യത്തേതും 3ാമത്തേതുമാണ് ശരി. ആദ്യത്തേതും 3ാമത്തെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ശരി. അപ്പോൾ ഇന്നത്തെ ടഫ് ചോദ്യങ്ങൾ എന്ന സെഷനിലെ ക്വസ്റ്റ്യൻ ഇവിടെ പൂർണ്ണമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുക. അപ്പോൾ ബൈ, ടേക്ക് കെയർ.